ഹലോ, അസ്സലാമു അലൈക്കും. അന്ന വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കാണാൻ പോണതേ നമ്മളെ വീട്ടിൽ ഇന്ന് മഴ പെയ്തപ്പോൾ ഉണ്ടായ സംഭവമാണ് കേട്ടാ. വെള്ളം ഒഴുകി നമ്മളെ പറമ്പിലൊക്കെ ഉണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടാ. കാരണം എന്ന് വെച്ചാൽ ഈ ഹൈവേ സൈഡിലാണ് നമ്മളെ വീട് എന്നറിയാലോ. അപ്പോൾ ഹൈവേ റോഡ് വന്നതിൻ്റെ ശേഷമാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. വേനൽക്കാലമായാലും അതെ, വർഷക്കാലമായാലും അതെ കേട്ടോ. ഇപ്പം എന്താ ഒരു മഴ ഉണ്ട് പെയ്യുമ്പോഴത്തേനും നമ്മളെ മുൻവശം ഫുള്ള് വെള്ളമാണ്. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. പറയുമ്പോൾ രണ്ട് സൈഡിലും കാനകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ മേലെ കൂടെ കൊണ്ട് വെള്ളം പൊന്തി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരോട് പറയുമ്പോൾ ഇവർ പറയും റോഡ് പണി കഴിയാത്ത കാരണമാണ്. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ശരിയായി കഴിഞ്ഞാൽ ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പത്തിന് നമ്മളെ വീടും ഇതൊക്കെ എന്തായി തീരും. വേണ്ട ആ ചരലിട്ട റോഡൊക്കെ ഇപ്പോൾ എന്തായിട്ടുണ്ടാവും. ആ ഭാഗത്താണെങ്കിൽ 10-12 വീടുകളുണ്ട്. പക്ഷേ അവിടേക്ക് ഒരു വണ്ടി ഇനി കിടക്കില്ല. അവിടെ ആണെങ്കിൽ വയ്യാത്ത ആൾക്കാരും കുട്ടികൾ സ്കൂളിൽ പോണവരും ഒക്കെ ഉള്ളതാണ്. ഇനിയിപ്പോൾ അവർക്ക് കുറച്ച് ദിവസത്തിന് നല്ല ബുദ്ധിമുട്ടായി. ഇപ്പോൾ വെയിലൊക്കെ ആയപ്പോൾ അവിടെ ഒന്ന് സെറ്റായി വന്നതായിരുന്നു. അതിൽ കൂടെ ഇപ്പോൾ ആൾക്കാർ പോകാനും വരലൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് പഴയപടി തന്നെ ആവാൻ പോവാണ്. കണ്ട കാനകളിൽ നിന്നാണ് ഈ പൊന്തി വരുന്ന വെള്ളം. ഇപ്പോൾ കണ്ട ഒഴുക്ക് നോക്കിയ വെള്ളം വല്ല പുഴ പോലെ ആയിരിക്കുന്നു. കണ്ട പുഴയിൽ നിന്നൊക്കെ ഉണ്ട് വെള്ളം വരുന്ന പോലെയാണ് ഇപ്പോൾ ഈ വരുന്നത്. അന്നയുടെ സൈക്കിളൊക്കെ മറിഞ്ഞ് വീണക്ക് അതൊക്കെ ഒന്ന് ഞാൻ കയറ്റി വെച്ചതാണ്. പിന്നെ ഇതുപോലൊന്നും ഒരു മഴക്കാലത്ത് നമ്മളവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ കാലമൊക്കെ ഉണ്ടായിട്ട് വേറെ സ്ഥലത്തു നിന്ന് ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നിട്ടുണ്ട്. അവരുടെ വീട്ടിൽ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പോലും നമ്മളെ വീട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. നമ്മുടെ പരിസരത്തൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വെള്ളം കയറില്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്താ അതിന് വേണ്ടിയിട്ട് എന്തൊരു കഷ്ടപ്പാടാണ്. വെള്ളം കൊണ്ടുള്ള കളിയാണ് ഇപ്പോൾ. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങുന്നത് തന്നെ വെള്ളത്തിലേക്കാണ്. ആകെ നനഞ്ഞ് കുളിച്ചിട്ടാണ് കുട്ടികൾ സ്കൂളിൽ എത്തുന്നത്. അപ്പോൾ വണ്ടിയൊക്കെ വരുന്ന കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല. വണ്ടിയിൽ പോണ കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വണ്ടി ഗേറ്റിൻ്റെ അവിടെ തന്നെ വരും. അന്നക്ക് വലിയ പ്രശ്നമില്ല. ഗേറ്റിൻ്റെ അവിടെ നിന്ന് കയറുക പോവുക ചെയ്യും. റയാൻക്ക് അങ്ങനെയല്ല. റയാൻക്ക് ലൈൻ ബസ്സിന് റയാൻ പോകണത് അല്ലെങ്കിൽ സൈക്കിളിൽ പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വെള്ളം നിൽക്കുമ്പോൾ സൈക്കിളിലും പോകാൻ പറ്റില്ല. ലൈൻ ബസ്സിന് പോകുമ്പോഴത്തേനും പാൻറ്റൊക്കെ നനഞ്ഞ് കുളിച്ചിട്ടാണ് ഉമ്മ ഞാൻ അവിടെ എത്തണതെന്നാണ് പറയുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകാൻ. ഉമ്മ ഇതൊക്കെ കണ്ടിട്ട് നോക്കി നിൽക്കണം. നമുക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ